ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ എളുപ്പത്തിൽ എങ്ങനെ മിക്സഡ് റൈസ് ഇടാം. അത് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് എങ്ങനെയാണ് ഒരു എളുപ്പത്തിലൊരു മിക്സഡ് റൈസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. കുക്കറൊന്ന് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് നന്നായിട്ട് മെൽറ്റാകണം. മെൽറ്റായി കഴിഞ്ഞ ശേഷം നമുക്ക് ഓയിൽ ഒഴിക്കണേ. നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഓയിലാണ് ഇതിൽ വേണ്ടത്. ഞാനിപ്പോൾ അതിലോട്ട് എത്ര ഇട്ടെന്നൊന്നും പറയണില്ല. ആ ഒരു പാകത്തിന് വേണ്ട ഓയിലും ഇതും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തോരം ഉണ്ടെന്ന്. നമുക്കിതിലോട്ട് പട്ട, കറിയാമ്പ്, ഏലക്ക, കുരുമുളക്, പെരുംജീരകം ഇടണം. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നില്ല കേട്ടോ, അതാണ് ഞാൻ ഇടുന്നത്. ഇതെല്ലാം ഈ എണ്ണയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഇടണം. ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു മുഖത്തിലോട്ട് സവാള, കറിവേപ്പില, പച്ചമുളക്, ചെറിയ പച്ചമുളക് ഇതിട്ടിട്ടുണ്ട്. ഞാൻ അരിയുന്നതും ഇട്ടതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, ഒറ്റക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം തക്കാളി ഇടുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ നമുക്കിടാം. ബീൻസ്, എന്താ നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ഒരു മീഡിയം ടൈപ്പ് അരിഞ്ഞത് ഇതിലോട്ട് ഇടണം. ഒരുപാട് ചെറുതും ആകരുത്, വലുതും ആകരുത്. ഒരു മീഡിയം ടൈപ്പിൽ വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ. നന്നായിട്ടൊന്ന് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ എൻ്റെ ഒരു കൈക്കണക്കിനാണ്. എൻ്റെ കയ്യിൽ അധികം പച്ചക്കറിയോ ഒന്നും ബീഫോ ഒന്നും ഉണ്ടായില്ലായിരുന്നു ആ സമയത്ത് ഇത് ഉണ്ടാക്കാൻ നേരത്ത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചെമ്മീൻ ഉണ്ടായി. ചെമ്മീൻ ഇട്ടു. നമ്മുടെ കയ്യിൽ ബീൻസ്, ക്യാരറ്റ്, എന്താ നമ്മുടെ കയ്യിലുള്ളത് അതൊക്കെ നമുക്ക് ഇതിലോട്ട് ഇടാം. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിന്. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഞാൻ വെള്ളം മാറ്റി ഊറ്റി വെച്ചിട്ടാണ് ഈ അരി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ മിസ്റ്റേക്സൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഒറ്റക്കാണ് ഞാനിതൊക്കെ എടുക്കുന്നതും ചെയ്യുന്നതൊക്കെ വീഡിയോസൊക്കെ. അതുകൊണ്ടതായ ബുദ്ധിമുട്ടുണ്ട് വീഡിയോസിൽ ഞങ്ങൾക്ക് കാണുമ്പോഴൊക്കെ. മനസ്സിലാവും തോന്നണം. എനിക്കും മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കിത് ബെറ്റർ ആക്കി എടുക്കാം. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഞാൻ ഇട്ടച്ച അരി ഈ നെയ്യിലും എണ്ണയിലും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് ഒരു റോസ്റ്റ് ചെയ്യുന്ന പരിവുണ്ടല്ലോ, ഒരു 2-3-5 സെക്കൻഡ് അതൊന്ന് ജസ്റ്റ് എണ്ണയിൽ തന്നെ ഒന്ന് റെസ്റ്റ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തപ്പോഴേക്കും വിട്ടുപോയതാണ് ഇടാനായിട്ട്. നമുക്കിതിപ്പോൾ കളറായിട്ട് ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഗരം മസാലയും ഒരു എരിവിന് വേറെ കറിയൊന്നും നമ്മൾ ഇതിൻ്റെ ഒപ്പം കഴിക്കണില്ലാത്തതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി. ഇത് വെജിറ്റബിൾസ് ഇടേണ്ടതായിരുന്നു. ഞാനത് വീഡിയോ എടുക്കണത് കൊണ്ട് സത്യത്തിൽ വിട്ടുപോയതാണ്. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് വാടിക്കഴിഞ്ഞ് ഇട്ടാൽ മതിയേ പൊടികളെല്ലാം. ഇപ്പം ഞാൻ ഇതിൻ്റെ ഒപ്പം ഇട്ടെങ്കിലും കുറച്ച് നേരം ഒന്ന് ഇളക്കണം. കുഴപ്പമില്ല, എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. എന്നാലും കുറച്ച് നേരം കൂടി ഈ അരി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാല കുറച്ച് നേരം കൂടി ആ അരിയിലിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു ഫ്ലേവർ അതിന് പിടിക്കണം. എല്ലാ ഭാഗത്തും അരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ആ പൊടികളുടെ ഒരു പച്ചക്കുത്ത് ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറിയെടുക്കണം. അത് വരെ ഇന്നും കൂടി മിക്സ് ചെയ്യണം. കുറച്ചധികം നേരം അരി ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് വന്നു എനിക്ക്. പിന്നെ ഞാൻ ഒരു ബൗളിലാണ് എടുത്തേക്കുന്നത്. ഞാൻ അരി മെഷർ ചെയ്ത ഒരു കപ്പിൽ തന്നെയാണ് മെഷർ ചെയ്ത് വെള്ളം എടുത്തത്. ഞാനൊരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ അളന്നൊന്നും കാണിക്കാൻ പറ്റില്ല, ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതൊന്ന് അളന്നെങ്ങനെ എടുത്ത് കാണിക്കാനൊന്നും പറ്റിയില്ലേ. നിങ്ങൾക്ക് മെഷർമെൻറ്റ് ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമൊക്കെ ഇട്ടാൽ മതി. പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇടാം. ഉപ്പിൻ്റെ അളവ് ഞാൻ നിങ്ങൾക്ക് പറയണ്ടല്ലോ. നിങ്ങളുടെ ആ പാകം അനുസരിച്ച്, നിങ്ങൾ ഉണ്ടാക്കുന്ന മെഷർമെൻ്റ് അനുസരിച്ച് ഉപ്പ് അളന്നിടുക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കണം. ഉപ്പ് ഇച്ചിരി കുറവ് പോലെ എനിക്ക് തോന്നി, ഇച്ചിരി ഉപ്പും കൂടി ഇടണേണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ചു വെക്കാം.
കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലടച്ചാൽ മതി. കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഒറ്റ വിസിൽ മതി. ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞ ശേഷം സാധനം റെഡി. ഇത് കുട്ടികൾക്കും വീട്ടിൽ നമുക്ക് ചോറ് എല്ലാ ദിവസവും ചോറ് കഴിച്ച് മടുക്കുന്നവർക്കും ഒന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മിക്സഡ് റൈസാണ്. ഇതിലോട്ട് നമുക്ക് ചിക്കനോ ബീഫോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ റെസിപ്പി നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.